നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സാഹിത്യ സംഗമം സംഘടിപ്പിച്ച നവചിന്ത കലാ സാംസ്കാരിക വേദി മൂവാറ്റുപുഴ. നാരങ്ങ മിഠായി പുസ്തകത്തിന്റെ പ്രകാശനവും നവചിന്ത അഖില കേരള കഥാമത്സര വിജയികൾക്ക് പുരസ്കാര വിതരണവും ചടങ്ങിൽ നടത്തി. നവചിന്ത കലാ സാംസ്കാരിക വേദി മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ അനു പാപ്പച്ചൻ രചിച്ച പെൺതിര എന്ന കൃതിയുടെ ചർച്ചയും NB അശ്വതിയുടെ നാരങ്ങ മിഠായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നവചിന്ത നടത്തിയ അഖില കേരള കഥാമത്സര വിജയികൾക്ക് പുരസ്കാര വിതരണവും ചടങ്ങിൽ നടത്തി. പ്രശസ്ത എഴുത്തുകാരൻ MR രേണുകുമാർ നാരങ്ങ മിഠായിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളുടെ സ്വപ്നങ്ങളെ ഒക്കെ ചെറിയ ചെറിയ കഥകളായി വളരെ ലളിതവും സുന്ദരവും ആയിട്ടുള്ള നമ്മളോട് കൂട്ടുകൂടുന്നതരത്തിലുള്ള കഥകളായി കാണാൻ അരങ്ങേറ്റായ പുസ്തകത്തിലൂടെ അതിന്റെ എഴുത്തുകാരി അവതരിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് വാങ്ങി നമ്മൾ കുട്ടികൾക്ക് വായിച്ചു കിട്ടേണ്ടതാണ്. കഥകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ മറ്റൊരു തനിമ നമ്മൾ ലോകത്തേക്ക് കുട്ടികളെ നമ്മൾ കൈപിടിച്ച് നടത്തേണ്ടതാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ കുട്ടികളെ ഒരു തരത്തിലുള്ള കൗതുകം കൊണ്ട് കുട്ടികളെ അതിശയിപ്പിക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് പേരൻസ് എന്ന നിലയിൽ നമ്മൾ നിൽക്കുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ കാലം. ഞാൻ സോഷ്യൽ മീഡിയക്ക് എതിരല്ല, മൊബൈലിലോ അതുപോലുള്ള വിവര സാങ്കേതിക വിദ്യകളോ ഒന്നും അങ്ങനെ എതിരായി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അത്തരം ലോകം കുട്ടികൾക്ക് നമ്മൾ അറിയാതെ പ്രദാനം ചെയ്യുന്ന കൗതുകങ്ങളുള്ള ഭയങ്കരമായ കൗതുകങ്ങളുടെ ലോകമുണ്ട്. അവിടെ ബിന്ദിയ K. ബാബു പുരസ്കാരം ഏറ്റുവാങ്ങി. പെൺതിര എന്ന കൃതിയുടെ ചർച്ചയും മാധ്യമപ്രവർത്തകൻ PB ബിജീഷ് അവതരണവും നടത്തി. കഥാകൃത്ത് പൊയാലി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ബബിത TH, പ്രശസ്ത എഴുത്തുകാരൻ PM ഷുക്കൂർ, ചരിത്ര ഗവേഷകനും എഴുത്തുകാരനുമായ നസീർ അലിയാർ, പ്രാസംഗികരായ അബ്ദുൾ സമദ്, ഡേവിഡ് ചെറിയൻ, ബിജിലി പ്രവീൺ, സിനി ആർട്ടിസ്റ്റ് അമാന ശ്രീനി എന്നിവർ പങ്കെടുത്തു. നവചിന്ത കലാ സാംസ്കാരിക വേദി ചെയർമാൻ സിജു വളവി പരിപാടികൾക്ക് നേതൃത്വം നൽകി. BR ശ്രീലേഖ വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണം നടത്തി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.